ആസൂത്രണങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളെക്കാൾ എപ്പോഴും വ്യവസ്ഥാപിതമായ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ വിജയത്തോടടുത്തത്. وكون الجماعة تنظم أعمالها في الدعوة إلى الله وبتعليم الناس الخير وفي تعمير المساجد وفي الإرسال الأئمة المعروفين بالسنة والاستقامة كل هذا أمر مطلوب وفيه خير عظيم وليس هذا من البدع بل هذا من الشرع. കണ്ടോ, ഈ സംഘടനയുടെ പ്രവർത്തനങ്ങള്, ദഅവത്ത് സംഘത്തുള്ളവരുടെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥപ്പെടുത്തുകയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും പള്ളികൾ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഇതെല്ലാം വേണ്ടപ്പെട്ട കാര്യങ്ങളും നല്ലതുമാണ്, ഇതൊന്നും ബിദ്അത്തല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹത്തിന് അൻസാർ സുന്നയെ അറിയാം, അദ്ദേഹത്തിന് മിസ്രിലുള്ള പ്രവർത്തനത്തെ അറിയാം. ഷെയ്ഖ് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ചും അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷെ അവരാരും തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഘടന ഉണ്ടാക്കാൻ പാടില്ലെന്നോ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ സംഘടിതമായ പ്രവർത്തനത്തിന് കൂട്ടായ്മ ഉണ്ടാക്കാൻ പാടില്ലെന്നോ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ചോദിക്കും, സംഘമായി പ്രവർത്തിക്കാം, അത് ഞങ്ങൾ എതിരല്ല, ഒരു നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സഹായ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായി പ്രവർത്തിക്കാൻ ഞങ്ങൾ എതിരല്ല എന്ന് ഈ വിഭാഗം ആളുകൾ പറയാറുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ ഭരണഘടന, എന്തിനാണ് അംഗത്വ പ്രതിജ്ഞ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംഘടിതമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിൽ വളരെ നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു 10 ആൾ ഇവിടെ മീറ്റിംഗ് കൂടി, ഒരിക്കൽ കൂടി, രണ്ടാമത് കൂടി, മൂന്നാമത് കൂടി, ഇന്റലിജൻസിന്റെ വിവരം കിട്ടിയ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യും. എന്തിനാണ് നിങ്ങളുടെ മീറ്റിംഗ് കൂടിയത്? പറഞ്ഞു, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ പരിപാടി എന്താണ്? യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സലഫി സംഘടനകളും അവിടെ ലക്ഷ്യം എന്താണ്, മാർഗം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, പ്രവർത്തന രീതി എന്താണെന്ന് ആ സ്ഥലങ്ങളിലെ ഭരണാധികാരികൾക്ക് വ്യക്തമാക്കി കൊടുത്ത് വളരെ സുതാര്യമായ ഒരു തുറന്ന പുസ്തകം പോലെയുള്ള പ്രവർത്തന ശൈലിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയാണ് നാം ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യമൊക്കെ അലി മൗലവിയും കൂട്ടരും ഇങ്ങനെ ഇടവണ്ണം പ്രവർത്തിച്ചു, കൂട്ടായി അത്ലാജി കൂട്ടർക്ക് തിരൂർ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ സയ്യിദുദ്ദീൻ മൗലവിയോട് ഓട്ടുവാറ പ്രവർത്തിച്ചു, അതുപോലെ വേറെ ചില മൗലവിമാര് കുറ്റ്യാടി തന്തക്കുട്ടി മൗലവിയും കൂട്ടരും പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നാം ഒരു സംഘടിത രൂപത്തിലേക്ക് മാറി, സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു, പരസ്യമായി ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നും എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തന ശൈലിയിലേക്ക് വന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഭരണഘടന ഉണ്ടായിരിക്കും. ആ ഭരണഘടനയിൽ ഇവരുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ടാകും. ഒരു തുറന്ന പുസ്തകം പോലെ ആർക്കും മനസ്സിലാകാവുന്ന കാര്യത്തിൽ അതിന്റെ ഫണ്ടുകൾ എവിടുന്ന് വരുന്നു, അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ നേതാക്കന്മാർ, അവരുടെ രീതികൾ എന്തൊക്കെയാണ്, അവരുടെ സംഘടനാ ഓഫീസ് എവിടെയാണ്, അവരുടെ അഡ്രസ് എന്താണ്, ഇങ്ങനെ വളരെ വ്യക്തമായ രൂപത്തിൽ സംഘടിതമായ പ്രവർത്തനത്തിന് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ആവശ്യമായതാണ് ഈ ഭരണഘടന, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടുകൾ എന്ന് പറയുന്നത്. അത്തരം ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും സലഫി പണ്ഡിതന്മാർ എതിർത്തിട്ടില്ല എന്നതാണ്. ഇത്തരം സംഘടനയിൽ ചേരുന്നതിനെ സംബന്ധിച്ച് ഒരുപാടിനോട് ചോദിച്ചു, മാഹുക്കും ഇന്ത്യമായിൽ ഫർദിൽ ഹാദിഹിൽ ജമാഅ معلم بأنه لا توجد جماعة على نهج مستقيم كهذه الجماعة إضافة خطورة المجتمع وكثرة الأهواء والانحرافات فيه وقرناء السوء والضلال. ഇത്തരം സംഘടനകൾ ഈ സംഘടനയിൽ ചേരുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരുപാട് സംഘടനകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പറയാണ്, അൽ-ഇന്തിമാഹു ഇലൈഹ ത്വയ്യിബുൻ, ഇത്തരം സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. വഹുവ മാ യുഈനു അലൽ ഇൽതിസാം ബിമബാദിഹിഹ വതരീഖതിഹ അൽ-ഇന്തിമാ ഇലൈഹ ത്വയ്യിബുൻ. കണ്ടോ, അതിന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ മാർഗങ്ങള്, അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ സഹായിക്കുന്നതാണ് അതിൽ ചേരുക എന്നത്. എങ്കിൽ മാത്രമേ അതിന്റെ തത്വങ്ങൾ എന്താണ്, അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്, അതിനോട് ഒട്ടിച്ചേർന്ന് നിന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ചേരും മെമ്പർഷിപ്പ് ഇടുമ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ. ഈ ജമാഅത്ത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നതും അതാണ്. فمن انتصب إليها وتوثر بها ودعا إلى ما تدعو إليه وسار على نهجها هذا الواجب على من ينتسب إليها. ആരെങ്കിലും ഈ സംഘടനയിലേക്ക് സ്വന്തം ചേർത്തി പറഞ്ഞാൽ, അതിൽ ആകൃഷ്ടനായാൽ, ആ സംഘടന ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നു അതിലേക്ക് അയാളും ക്ഷണിക്കണം. ആ സംഘടന ഏതൊരു മാർഗത്തിൽ പോകുന്നു ആ മാർഗത്തിൽ അയാളും സഞ്ചരിക്കണം. ഇതാണ് അതിൽ ചേർന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടുള്ളത്. അയ്യക്കൊന സാദിഖം ഫിൽ ഇന്തിസാബ്, ആ ചേരൽ സത്യസന്ധമാണെങ്കിൽ അയാൾ അതാണ് ചെയ്യേണ്ടത്.
വൈസൈറഹ അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം വഅല്ലാ യകുന ഇൻതിസാം മുജറദ് ഖൗലിൻ ബിലാ അമലിൻ. ഞാനും ഇതിന്റെ ആളാണെന്ന് പറഞ്ഞിങ്ങനെ പിന്നാലെ കൂടിയാ പോരാ. പിന്നെന്താണ്? ആ വാക്ക് സത്യസന്ധമാണെങ്കിൽ, ആ സംഘടന ഏത് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണോ ആ കാര്യത്തിൽ അയാളും പങ്കാളിയാകണം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ആ മൻഹജിനു വേണ്ടി അയാൾ നിലകൊള്ളണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ന്യൂനപക്ഷമായി ജീവിക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ പുസ്തകത്തിൽ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്കറിയുമോ? അൽ അഖല്ലിയാത്തുൽ മുസ്ലിമ എന്ന പുസ്തകം. സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, മുഹമ്മദ് സാലിഹ് അൽ ഉസൈമിൻ, ഇവർ രണ്ടുപേരുടെയും ഫത്വകളുടെ സമാഹാരമാണിത്. അൽ അഖല്ലിയാത്തുൽ മുസ്ലിം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഡോക്ടർ അബ്ദുല്ലാ ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് തയ്യാർ, വക്കീൽ വസാറത്ത് ശൂൻ ഇസ്ലാമിയത്ത് വൽ ഔഖാഫ് ലിശൂൻ അൽ മസാജിദ് വദ്ദഅവത്ത് വൽ ഇർഷാദ്. സൗദി അറേബ്യയിലെ വസാറത്തുൽ ഔഖാഫിന്റെ കീഴിൽ വക്കീലായി പ്രവർത്തിക്കുന്ന ഡോക്ടർ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അഹ്മദ് തയ്യാറാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ഇതിന്റെ 26-ാമത്തെ പേജിൽ ഞാൻ ആ ഫത്വ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാണ്. സുആൽ സായിൽ അഖറിയഖൂൽ അൽ അഖല്ലിയാത്തുൽ മുസ്ലിമ തഈശു ഫി ബിലാദിൽ കുഫർ. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കുഫറിന്റെ നാടുകളിൽ താമസിക്കുന്നു, നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളിലല്ല. ഫഹൽ യതഅയ്യനു അലൈഹാ ഇന്തിഖാബു അമീരിൻ ലഹാ വറഈസുൻ ലിജമാഅത്തിഹാ ഔ യഈശു തഅത ളിലാലിൽ കുഫ്രി വമൻ യുബായിഊൻ. കണ്ടോ, ഈ കുഫറിന്റെ നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവർക്ക് ഒരു അമീറിനെ തെരഞ്ഞെടുക്കാമോ? അവർ ജമാഅത്തിന് ഒരു നേതാവ് ഉണ്ടാകാമോ? അതല്ല ഈ സത്യനിഷേധത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ വമൻ യുബായിഊൻ, ആർക്കാണ് അവർ ബൈഅത്ത് ചെയ്യുക? ജവാബ്, അലൈഹി മൻ യജ്തമിഉ അലാ തർഈസി മൻ യറൗന ഫീഹി സ്വലാഹ് വതഅമീറുഹു അലൈഹിം ഇദാ അംകനഹും ദികാം. അവർക്ക് വിശുദ്ധനെന്ന് തോന്നുന്ന, നേതാവാക്കാൻ കൊള്ളുമെന്ന് തോന്നുന്ന ഒരാളെ നേതാവാക്കാവുന്നതാണ്. സംഘമായി പ്രവർത്തിക്കാൻ സംഘത്തിന് നേതാവ് ഉണ്ടാകും ചെയ്ത് ഇത് അംകനഹും ദാലിക, അവർക്ക് അങ്ങനെ സാധിച്ചാൽ നല്ലതാണ്. അതവരെ ബാധ്യതയാണെന്ന് കൂടി പറഞ്ഞു. അലൈഹി മൻ യജ്തമിഉ, അവരുടെ ബാധ്യതയാണത്. വൈദസ്തതാഉ ഹാദാ മിൻ അഹമ്മിൽ മുഹിമ്മാത്ത്. കണ്ടോ, അത് അവരുടെ കടമകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഹത്താ യസ്അലി മസാലിഹിം ഹത്താ യുഈനഹും അലാ മാ യൻഫഉഹും ബിതരീഖത്തി ലത്തി ലാ തദുറുഹും വലാ തുസല്ലിതു ദൗലത്തു അലൈഹിം. കണ്ടോ, അവർ ഏതൊരു പൊതു നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ അവർക്ക് സഹായകമാകുന്ന കാര്യം അതാണ്. മാത്രമല്ല, അവർക്ക് ഉപദ്രവകരമല്ല മാർഗത്തിൽ പ്രവർത്തിക്കാൻ നല്ലതാണ്. രാഷ്ട്രം അവരുടെ മേൽ അവർക്കെതിലൊരു തെളിവുണ്ടാക്കാതിരിക്കാൻ നല്ലതാണ്. ബൽബി തരീഖത്തില്ലാ തഗ്ബാഹ ദൗല വലാ തുസ്ബി മശാകിൽ അലൈഹിം. കണ്ടോ, രാഷ്ട്രത്തിനെതിരായ ഒരു രീതിയാകാതിരിക്കാൻ, രാഷ്ട്രത്തിന് മുഷ്കിലുകൾ ഉണ്ടാക്കാതിരിക്കാൻ പല സംഘടനകളുണ്ടല്ലോ. ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് മെഴുതിരി വെളിച്ചത്തിൽ കുസു 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 പറയും, പിന്നെയും കുസു 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 അല്ലേ? രാജ്യത്തിനെതിലുള്ള ഗൂഢാലോചനയാണോ എന്ന് രാജ്യത്തിന്റെ ആളുകൾ സംശയിക്കുകയും അത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യുകയും പിന്നെ അവർ പുറം ലോകം കാണാതിരിക്കുകയും ചെയ്ത അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ഇന്ത്യ മക തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ രാഷ്ട്രത്തിന്റെ അംഗീകാരത്തോടു കൂടി, രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളുടെ അറിവോടുകൂടി അവർക്കെതിരിലുള്ള യാതൊരു ഗൂഢാലോചനയിലും ഏർപ്പെടാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ആവശ്യമാണ്. ഔ അന്ന ഫീ തഅമീരിൽ മസ്ലഹത്തുൽ ആമ്മ ബിസ്മി റഈസിൽ ജമിയ ഔ റഈസിൽ ജമാഅ ഫിൽ ബലദ് വയസമൂന ബിൽ അസ്മാഇ ലത്തി ലാ തദുറുഹും. രാഷ്ട്രത്തിന് ഉപദ്രവകരമായ പേരൊന്നും നേതാക്കന്മാർ സ്വീകരിക്കരുത്. ഞങ്ങളെ സംഘടനയുടെ മുഖ്യമന്ത്രി എന്നോ പ്രധാനമന്ത്രി എന്നോ ഒന്നും പറയാതെ പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നോ അമീർ എന്നോ എന്തെങ്കിലുമൊക്കെ പറയാവുന്നതാണ്. അങ്ങനെ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ അറിവോടുകൂടിയും അവർക്കെതിൽ മുഷ്കിലുകൾ ഉണ്ടാക്കാതെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംഘടിതമായി ഒരു നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റല്ലെന്നും അത് ആവശ്യമാണെന്നും ഫത്വ കൊടുത്തത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഷെയ്ഖ് ബിൻ ബാസിന്റെയും ഷെയ്ഖ് ഫൗസാന്റെയും ഫത്വകൾ ഇതിൽ ക്രോഡീകരിച്ച് വേറെയും ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മറുപടി, അതിൽ സലഫി പണ്ഡിതന്മാരുടെ നിലപാടെന്തെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം, സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞവർ പലപ്പോഴും ആശ്രയിച്ചിട്ടുള്ളത് ഷെയ്ഖ് ബിൻ ബാസിനെയും ഷെയ്ഖ് ഉസൈമിനെയും അതുപോലെയുള്ള പല പണ്ഡിതന്മാരെയുമാണ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്. നേതാവിനെ തെരഞ്ഞെടുക്കാം. ഒരു തൻലീമ് പാടുണ്ടോ? ആ പാടുണ്ട്, തൻലീമ് പാടുണ്ട്. നേതാവിനെ തെരഞ്ഞെടുക്കാമോ? തെരഞ്ഞെടുക്കാം. സംഘടനയിൽ ചേരാമോ? ചേരാം. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പുറത്തിറങ്ങും മജല്ലത്തുൽ അസ്വാല, അത് മുഹറം 1418, അതിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഈ പുസ്തകത്തിൽ ഹുക്മുൽ അമലുൽ ജമാഇ എന്ന പുസ്തകത്തിൽ
ഷെയ്ഖ് അബ്ദുള്ള സബത്ത് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ഫത്വയുണ്ട്. ഹൽ തറൗന അന്ന അസ്ല ഫിക്റത്തുൽ അമലുൽ ജമാഇ അൽയൗമ ബിദ്അത്തുൻ വഹറാം ഔ അന്ന നഖദകും യതനാവലു അഖ്താ അത്ത്ബീഖ്. പൊതു കൂട്ടമായി സംഘമായി പ്രവർത്തിക്കുക എന്നതുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ ബിദ്അത്താണ്, ഹറാമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദ്യമാണ്. ഫഖാല ശൈഖ് ലാ അൽ അമലുൽ ജമാഇ ലൈസ ഹുനാക മജാലുൽ ലിഇൻകാരിഹി. സംഘടിതമായ പ്രവർത്തനം അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. ഇദാ ലം യഖ്തർനി ബിത്തഹസ്സുബ്, അത് തഹസ്സുബ് അതിന്റെ കൂടെ ഉണ്ടാകരുത് എന്ന് മാത്രം, ഹിസ്ബിയ്യത്ത് കക്ഷിത്വം ഉണ്ടാകരുത് എന്ന് മാത്രം. വൽ അമലുൽ ജമാഇ യശ്മുലു അദീദു മിനൽ ആയാതിൽ കരീമ, ഖുർആനിലെ ധാരാളം ആയത്തുകൾ സംഘടിത പ്രവർത്തനം ഉൾക്കൊള്ളുന്നതാണ്. വകൂനു മഅസ് സാദിഖീൻ. കണ്ട, ഇതൊക്കെ നമ്മൾ ആയത്തെടുത്ത് ഉദ്ധരിക്കുമ്പോ ഇപ്പൊ പുതിയത് കണ്ടെത്തിയാന്ന് പറയും. ഇത് സലഫി പണ്ഡിതന്മാരൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സത്യവാന്മാരെ കൂടെ നിലകൊള്ളുമെന്ന് സൂറത്ത് തൗബയിലെ 119 ആയത്ത്. വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കാത്തത് എന്ത്? അപ്പൊ ഒരാൾ ചെയ്യാം, മറ്റയാളിന് പ്രേരിപ്പിക്കുക, അതിന് സഹായ സഹകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. വതആവനു അലൽ ബിർരി വത്തഖ്വ ഫമിസ്ലു ഹാദ തആവുനുൽ ജമാഇ ലൈസ ഹുനാക മജാലുൽ ഇൻകാരിഹി ഇത്ലാഖൻ ലിഅന്ന അൽ ഇസ്ലാം ഖായിമുൻ അലാ ഹാദ തആവുൻ. ഇതിനൊരിക്കലും നിഷേധിക്കേണ്ടതില്ല. ഇങ്ങനെ പൊതുവായ പ്രവർത്തനം അത് ഇസ്ലാം നിഷേധിക്കുന്നില്ല, ഇസ്ലാം നിലകൊള്ളുന്നത് അതിന്മേലാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സംഘടനകളിൽ തഹസ്സുബുണ്ട്, മറ്റുണ്ട്, കക്ഷിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം ഖുലാസത്തുൽ അംർ അത്തഖത്തുലു വത്തജമ്മുഉ ഫീ സബീലിൽ അമലി ബിൽ ഇസ്ലാം അല്ലദി കാന അലൈഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറുൻ വാജിബുൻ ലാ യഖ്തലിഫു ഫീഹി ഇത്നാൻ. അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക, അതിനുവേണ്ടി സംഘം ചേരുക, അതിനുവേണ്ടി കൂട്ടായ്മയുണ്ടാക്കുക എന്നത് അത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മാർഗത്തിൽ അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അംറുൻ വാജിബുൻ ലാ യഖ്തലിഫു ഫീഹി ഇത്നാൻ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു രീതിയിലാണ് ദീനീ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, അതിനുവേണ്ടി കൂട്ടായ്മയുണ്ടാക്കുക എന്നത് അംറുൻ വാജിബുൻ നിർബന്ധമായ കാര്യമാണ്. ലാ യഖ്തലിഫു ഫീഹി ഇത്നാൻ. അങ്ങനെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മജല്ലത്തുൽ അസാലയുടെ 18-ാം അദദ് മുഹറം 1418 നിന്നാണ് ഹുക്മുൽ അമലുൽ ജമാഇ എന്ന ഈ പുസ്തകത്തിൽ ജമിയത്ത് ശരീഅക്കാർ ഇതെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ വളരെയേറെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദി ഇബ്നു മാജ നസായി തുടങ്ങിയ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. സംഘടന തിന്മയാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ പുസ്തകത്തിന്റെ എസൻസ് തന്നെ യഥാർത്ഥത്തിൽ ഈ ഹദീസാണ്. ഈ ഹദീസിൽ ഞാൻ അവരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ബാബു കൈഫൽ അംറി ഇദാ ലം തകുൻ ജമാഅത്തൻ. ജമാഅത്ത് ഇല്ലാതായാൽ കാര്യം എങ്ങനെയായിരിക്കണം എന്ന അധ്യായം ഇമാം ബുഖാരി തന്റെ സ്വഹീൽ 7084-ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, ജനങ്ങൾ നന്മയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നത്, ഞാൻ തിരുമേനിയോട് തിന്മയെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. കാനന്നാസ് യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലു അനിശ് ശരി മഖാഫത അൻ യുദ്രികനി. അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള കാരണം ആ തിന്മ എന്നെ ബാധിക്കുമോ എന്ന ഭയത്താലാണ്. അങ്ങനെ അദ്ദേഹം പറയും, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹി ഇന്നാ കുന്നാ ഫീ ജാഹിലിയത്തിൻ വശരിൻ ഫജഅലല്ലാഹു ബിഹാദൽ ഖൈർ. ഞങ്ങൾ ജാഹിലിയത്തിലും തിന്മയിലുമായിരുന്നു, അങ്ങനെ ഞങ്ങൾക്ക് ഇസ്ലാമാകുന്ന ഈ നന്മ അല്ലാഹു കൊണ്ടുവന്നു. ഫഹൽ ബഅദ ആദൽ ഖൈരി മിൻ ശർ. ഇതിനുശേഷം പിന്നെയും തിന്മയുണ്ടാകുമോ? ഖാല നഅം, അതെ ഉണ്ടാകും. ഖുൽതു വഹൽ ബഅദ ദാലിക മിൻ ശർരി മിൻ ഖൈർ. ആ ശർറിന് ശേഷം വീണ്ടും നന്മയുണ്ടാകുമോ? ഖാല നഅം, ഉണ്ടാകും. പക്ഷെ ആ നന്മയിൽ വഫീഹി ദഖൻ, അത് വെറും ശുദ്ധമായ നന്മയായിരിക്കില്ല, അതിൽ കലർപ്പുണ്ടാകും. ഖുൽതു വമാ ദഖനുഹു, എന്തായിരിക്കും അതിലെ കലർപ്പ്? ഖാല ഖൗമി യഹ്ദൂന ബിഗൈരി ഹദിയി. എന്റെ ചര്യ അല്ലാത്തത് കൊണ്ട് സന്മാർഗം തേടുന്ന ആളുകൾ. അതുപോലെ തന്നെ താരിഫു മിൻഹും വതുൻകിർ, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിനക്ക് അറിയുന്നതുണ്ടാകും, നിനക്ക് പരിചയമില്ലാത്തതും അതിലുണ്ടായേക്കാം. മറ്റൊരു എന്റെ സന്മാർഗ ദർശനം കൊണ്ടല്ലാതെ വഴി കാണിക്കുന്നൊരു പറ്റം ആളുകൾ, അവരിലുണ്ടാകുന്ന നടപടികൾ നന്മയായി നീ അംഗീകരിക്കുന്നതും തിന്മയായി നീ നിഷേധിക്കുന്നവയും ഉണ്ടാകും എന്നാണ് ഈ പുസ്തകത്തിൽ അതിന് പരിഭാഷ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ആ നന്മയ്ക്ക് ശേഷം തിന്മ വരുമോ? അവിടുന്ന് പറഞ്ഞു, അതെ, നരക കവാടങ്ങളിലേക്ക് ആളെ വിളിക്കുന്നവർ. കണ്ടോ, അതിലേക്ക് ആർ അവർക്ക് ഉത്തരം ചെയ്തു, അവരതിലെറിയും. ഞാൻ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തന്നാലും, നരക കവാടങ്ങളിലേക്ക് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവർ നമ്മുടെ അതേ വർഗത്തിൽപ്പെട്ടവരാണ്, നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്നവരുമാണ്. ഞാൻ ചോദിച്ചു, ആ ഘട്ടം എനിക്കെത്തിയാൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് താങ്കൾ കൽപ്പിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, നീ മുസ്ലിങ്ങളുടെ ഇമാമിന്റെയും ജമാഅത്തിന്റെയും കൂടെ നിൽക്കുക. ഞാൻ ചോദിച്ചു, അവർക്ക് ഇമാമും ജമാഅത്തും ഇല്ലെങ്കിലോ? ഫഇല്ലം യകുൻ ലഹും ജമാഅത്തും വലാ ഇമാം ഖാല
ഫഅ്തസിൽ തിൽകൽ ഫിറക കുല്ലഹാ, നീ അവിടുന്ന് പറഞ്ഞു അപ്പോൾ ആ കക്ഷികളെയെല്ലാം നീ വെടിയുക. വലൗ അൻ തഅല്ല ബി അസ്ലി ശജറത്തിൻ ഹത്താ യുദ്രികൽ മൗത്ത്, വൃക്ഷമൂലത്തിൽ കടിച്ചു പിടിച്ചിട്ടെങ്കിലും ആ നിലയിലായിരിക്കും നിനക്ക് മരണം വരുന്നതുവരെ. ഈ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സംഘടനകളെയും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവായി ഈ പുസ്തകത്തിൽ എടുത്തു ധരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ ആളുകൾ ഈ ആശയം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അലി ഹസൻ അൽബി എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയുടെ ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിന് അദ്ദഅവതു ഇലല്ലാഹ് ബൈന തജമ്മുഇൽ ഹിസ്ബി വതആവുനി ശർഇ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് അങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ റസൂലിന്റെയും ഹുദൈഫയുടെയും ഇടയിൽ നടന്നിട്ടുള്ള ഈ സംഭാഷണം അത് രാഷ്ട്രീയ രംഗത്തുള്ള ഒരുമിച്ച് കൂടലിനെയും അവിടെയുള്ള ഭിന്നിപ്പിനെയും സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വസ്വാലുൽ അഖീർ യന്തബികു തമാമൻ അല ളുറൂഫ് അല്ലതി ഇസ്തജദ്ദത് അല സാഹത്തിൽ ആലമിൽ ഇസ്ലാമി ഫി അവാഖിൽ ഖിലാഫത്തുൽ ഉസ്മാനിയ വബഅദ ഇൽഗായിഹാ. ഉസ്മാനി ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, ഉസ്മാനി ഖിലാഫത്ത് ഇല്ലാതായ ശേഷം മുസ്ലിം ലോകത്ത് പുതുതായി ഉണ്ടായ സാഹചര്യങ്ങളുമായി വളരെയേറെ യോജിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട് ഹുദൈഫ ചോദിച്ച ഈ ചോദ്യം. ഖിലാഫത്ത് ഇല്ലാതായി, ഖലീഫ ഇല്ലാതായി, അത്തരമൊരു ഘട്ടത്തിൽ എന്ത് വേണമെന്ന് ചോദിച്ച ഈ ചോദ്യം ഉസ്മാനി ഖിലാഫത്തിന് അവസാനമായപ്പോൾ മുസ്ലിം ലോകത്തുണ്ടായ ഖിലാഫത്ത് ഇല്ലാത്തവർ അരാജകത്വം ഉണ്ടായല്ലോ, ആ സന്ദർഭമായി വളരെ യോജിക്കുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. വൽ ജവാബ് യൂജിബുൽ ഇൽതിസാമ ബിതാഅത്തിൽ അമീർ. റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അമീറിനെ അനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കണം. വല്ലിന്ദിമാമ ഇലാ റായത്തിഹി, അദ്ദേഹത്തിന്റെ പതാക കീഴിൽ അണിചേരണം. ഫൈദാ വസലൽ ഹാലു ഇലാ ഇന്തിഹാഇൽ ഇമാറത്തി ബിലാ അമീരിൻ. കണ്ടോ, ഒരു അമീർ ഇല്ലാത്തവണ്ണം ഇമാറത്ത് അവസാനിക്കുന്ന അവസ്ഥയെത്തി. വൈജാബി കുല്ലി ദീ റഅയിൻ ബിറഅയി, ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം അനുസരിച്ച് ഓരോ അഭിപ്രായങ്ങളും ഓരോ പാർട്ടികൾ ഉണ്ടാകുന്ന കാലം വന്നു. ഫൽ വാജിബു അൽ ഇബ്തിആദു അൻ ജമീഇൽ ജമാഅത്തി വൽ ഫിറഖ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, അറബി അറിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലതി തതനാതഹു ലിൽ ഹുസൂലി അലൽ ഇമാറത്തി വസ്സുൽതതി വകുല്ലു ഹദ്ഫിഹാ ഹുവ സൽത വലൈസ ലഹാ ഖീദത്തുൻ വാളിഹ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ എന്തു വേണം? അത്തരം സംഘങ്ങളിൽ നിന്ന്, വിഭാഗങ്ങളിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുല്ലു ഹദ്ഫിഹാ, അവരെ മുഴുവൻ ലക്ഷ്യവും അതാണ്, ഹുവ സൽത, അധികാരമാണ്. അങ്ങനത്തെ സംഘങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. വ്യക്തമായ ഒരു അഖീദയുടെ അടിസ്ഥാനത്തിൽ സംഘടിച്ചതല്ല. ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ ഇദാ ലഹറ ഇമാമുൻ മുസ്ലിമുൻ ആദിലുൻ ഫൽ വാജിബു അസ്സൈറു ഖൽഫഹു. മുസ്ലിമായ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ കൂടെ പോകൽ നിർബന്ധമാണ്. വമിൻ ഹുനാ യബ്ദു ഖുബ്ഹു മാ തുബ്ന അലൈഹി അൽ അഹ്സാബു സിയാസിയ്യ. ഇത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തങ്ങൾ വായിച്ചു നോക്കേണ്ട ഭാഗമാണ്. ഇവിടെ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ ഏതൊരടിത്തറയിൽ എത്ര മോശമായ അടിത്തറയിലാണ് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകും. ഫലംറു ബിൽ സുസൂമിൽ ജമാഅത്തി വൽ ഇമാം വലിബ്തിആദി അനിൽ ഫിറഖി കുല്ലിഹാ മഹ്മാ കല്ലഫ ദാലിക മിൻ മുആനാത്തി ശിദ്ദ യദുല്ലു അൽ മദ്ഹു ബിഹി തഹസ്സുബി വൽ ഇൻകിസാമി ഇലൽ ജമാഅത്തി അലാ അസാസിൽ അസബിയ്യാത്തിൽ ജിൻസിയ്യ വൽ ഉൻസുരിയ്യ വൽ ഇഖ്ലീമിയ്യ വൽ ലിസാനിയ്യ വഅംസാലിഹാ വഅലാ അസാസിൽ ഇഖ്തിലാഫി ഫിൽ അഖീദത്തി വൽ അഹ്കാം. ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാകും, കക്ഷികൾ ചേർന്ന് ഗ്രൂപ്പായി പോകുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ വർഗീയ ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെയുള്ള ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല, അഖീദയിലും അഹ്കാമിലും ഒക്കെ വളരെ വ്യത്യാസമുള്ള ആളുകള് അവരും എന്ത് ചെയ്യും? ദീനിന്റെ പേരും പറഞ്ഞു ചിലപ്പോൾ ഇത്തരം പാർട്ടികളൊക്കെ ഉണ്ടാക്കും. അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം. അത്തരം രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടികളിൽ നിന്ന് വിട്ടു നിൽക്കണം. മാത്രമല്ല, ഇത് വളരെ വ്യക്തം. ഫഹാദൽ ഹദീസ് യുഅ്തിന മൗഖിഫൻ സാബിതൻ എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയുടെ ഒരു ഭാഗം മാത്രമാണ്. അതാ വഫിൽ ഹദീസി അന്നഹു മതാലം യകുൽ ലിന്നാസ് ഇമാമൻ ഫഫ്തറക അന്നാസു അഹ്സാബൻ ഫലാ യത്ബഅ അഹദൻ ഫിൽ ഫുർഖ എന്ന് ഇബ്നു ജരീർ തബരിയുടെ വാചകവും അതുപോലെ ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ള ഒരു വാചകവും മാത്രമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആളെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിന്റെ അപ്പുറവും ഇപ്പുറവും വായിച്ചാൽ വിഷയം വളരെ വ്യക്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളത് ഒന്നുകൂടി പഠിക്കാൻ തയ്യാറാകണമെന്ന് ഇതുമായി നടക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, അതിനദ്ദേഹം ഈ കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞല്ലോ, വൃക്ഷമൂലത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ടെങ്കിലും എല്ലാത്തിനും ഒഴിവാക്കണം. അതിനെപ്പറ്റി പറയാം. ഫൽ അംറു ബിൽ ഇഅ്താൽ ഇന്നമാ ഹുവ മുസല്ലത്തുൻ അലാ മവാത്തിനിൽ ഫിത്നതി വ മവാലിഇൽ ഫുർഖ.
വലാ യൽസമു ദാലിക അൽബത്ത അൻ തത്രുക ഉമ്മത്തുൽ ഇസ്ലാം വളീഫതഹ അൽ മഫ്റൂദത അലൈഹ അല്ലതി അൻസലല്ലാഹു ബിഹാ കുതുബഹു വഅർസല റസൂലഹു അൽ അംറ ബിൽ മഅറൂഫ്. കണ്ടോ, വളരെ വ്യക്തമാണ്. എല്ലാ കക്ഷികളെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഇത് ഫിത്നയുടെ സന്ദർഭത്തുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഒരിക്കലും അനിവാര്യമാക്കുന്നില്ല. മുസ്ലിം സമുദായം അതിന്റെ മേൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബാധ്യത, അള്ളാഹു അവന്റെ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടതും അവന്റെ റസൂലുകൾ അയച്ചിട്ടുള്ളതുമൊക്കെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതിനാണ്. മഅറൂഫിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് തൗഹീദാണ്. വന്നഹ്യാനിൽ മുൻകർ വാർദലു ശിർക്കുമില്ല. മുൻകറിൽ ഏറ്റവും മോശം അത് ശിർക്കുമാണ്. മുഅസ്സിസത്തുൽ ഖിയാമ ബിഹാ അലൽ ഇൽം വളബത്തി നഫ്സി ബിൽ മൗദൂയ മഹ്ഫൂഫതൻ ബിരിഫ്ഖി വസ്സബ്രി വൽ യഖീൻ എന്ന് പറഞ്ഞ ഇത് പറഞ്ഞിട്ട് ഒരിക്കലും സലഫി ദഅവത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കരുത്. അത് ഒരിക്കലും ഈ ഹദീസ് അനിവാര്യമാക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് അലി ഹൽബി അദ്ദേഹത്തിന്റെ ദഅവത്ത് ഇലല്ലാഹ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നതിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘടനകൾ ഉണ്ടാകും, അതിൽ ചേരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വിഷയത്തെ അതിൽ ഷെയ്ഖ് അൽബാനിയുടെ വാക്കുണ്ട്, അത് തെറ്റിദ്ധരിപ്പിച്ചു. ഷെയ്ഖ് മുനാജറിന്റെ വാക്കുണ്ട്, അത് തെറ്റിദ്ധരിപ്പിച്ചു. ഷെയ്ഖ് ഹൽബിയുടെ വാക്കിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷമുള്ള പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഈ ഹദീസ് സലഫി പണ്ഡിതന്മാർ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഫത്വയുടെ 8ാമത്തെ വാള്യമാണ്. 1421 ഇറക്കിയത്. അത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഹലിൽ ഫിറഖുല്ലത്തി വറദൽ അംറു ബിഇത്സാലിഹാ ഫി ഹദീസ് ഹുദൈഫ റളിയല്ലാഹു അൻഹു യൽ ജമാഅത്തുൽ ഇസ്ലാമിയ്യ. ഹുദൈഫയുടെ ഹദീസിൽ സംഘങ്ങളെ വെടിയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇസ്ലാമിക സംഘടനകളെയാണോ? കസലഫിയീൻ വൽ ഇഖ്വാൻ വതബ്ലീഗിയീൻ ഫമാ ഖൗലു സമാഹത്തികും ഫീ ദാലിക. സലഫികൾ, ഇഖ്വാൻ മുസ്ലിമീൻ, തബ്ലീഗുകാർ, ഇങ്ങനെ പലരുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അദ്ദേഹം ആ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് ബിൻ ബാസ് ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നു. هذا الحديث العظيم يبين لنا أن الواجب على المسلم لزوم جماعة المسلمين. മുസ്ലിമീങ്ങളുടെ സംഘത്തോടൊപ്പം നിൽക്കൽ നിർബന്ധമാണെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വതആവന മഅഹും ഫി അയ്യി മകാനിൻ സവാഉൻ കാനത ജമാഅത വജദത് ഫിൽ ജസീറത്തിൽ അറബിയ്യ ഔ ഫി മിസ്ർ ഔ ഫി ശാം ഔ ഫിൽ ഇറാഖ് ഔ ഫി അംരീക ഔ ഫി ഔറൂബ ഔ ഫി അയ്യി മകാൻ. കണ്ടോ, ഇപ്പൊ ഈ പറഞ്ഞ ഇസ്ലാമിക ഭരണമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു. അവിടെയുള്ള ജമാഅത്ത് ആരാ? ഈ ദഅവത്തിന് വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുന്ന, നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്ന സംഘം ഏതോ അതാണ് അവിടുത്തെ ജമാഅത്ത്. അവരുടെ കൂടെ നിൽക്കണം. അതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അദാഹുൽ വാജിബ് അലൽ മുസ്ലിം ഫൈദാ ലം യജിദ് മൻ യദ്ഉ ഇലൽ ഹഖ്. കണ്ടോ, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കക്ഷിയും അവൻ അവിടെ കണ്ടില്ല നാട്ടിൽ. ലാ ദൗലത്തൻ, രാഷ്ട്രം തന്നെ അങ്ങനത്തതില്ല. വലാ ജമാഅത്തൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കീഴിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ദഅവത്തിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘമില്ല. എന്നാൽ ലസിമൽ ഹഖ് വഹദഹു വസ്തഖാമ അലൈ, അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഫഹുവൽ ജമാഅത്തു ഹീനഹിദിൻ, അപ്പോൾ അവനാണ് അവിടുത്തെ ജമാഅത്ത്. ഇവിടെ ഈ ജമാഅത്തിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ എന്താ അറിയോ? നമുക്ക് അള്ളാഹുവിന്റെ സഹായം യദുല്ലാഹി മഅ ജമാഅ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകളുടെ ചില കാസറ്റുകളിൽ എന്താ അറിയോ? നമ്മളിങ്ങനെ സുന്നി, മുജാഹിദ്, തബ്ലീഗ് എന്നിങ്ങനെ വേറിട്ട് പറയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോർത്തേക്ക് ഇറങ്ങിക്കണം, അപ്പോഴേ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുള്ളൂ. അതാണ് യദുല്ലാഹി മഅൽ ജമാഅ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെറിയ കുട്ടിക്ക് പോലും പറയുന്ന കാര്യമാണ് അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വ ഇൻ കുന്ത വഹദക്. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ച നിലപാട് എന്നാണ്. ആ നിലപാടിന്റെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ അവനാണ് അവിടുത്തെ ജമാഅത്ത്. ചിലപ്പോൾ രണ്ടാളായിരിക്കും, അവന്റെ കൂടെയാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക. അതാണ് ആ യദുല്ലാഹി മഅൽ ജമാഅ എന്ന ഹദീസിനർത്ഥം. അത് പോയിട്ട് എന്താക്കി? മടവൂരിയും കുബൂരിയും അതുപോലെ ജമാഅത്തേരനും ഹുറാഫിയും AP ഈക്കി ആനയും ടൈഗറും ഒക്കെ കൂട്ടി ഐക്യം ഉണ്ടാക്കണം, എന്നാലേ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുള്ളൂ. മാത്രമല്ല ഈ കൂട്ടരിപ്പോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ മുസ്ലിം 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 എന്നേ പറയാവൂ, ഞാൻ സലഫിയാണെന്ന് പറയാൻ പാടില്ല. ഷെയ്ഖ് അൽബാനിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഹുസൈമീനും ഒക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സലഫിയാണെന്ന് ഉറക്കെ പറയണമെന്നാ. ആര് ചോദിച്ചാൽ ഞാൻ സലഫിയാണെന്ന് പറയണമെന്നാ. എന്താ അതിൽ വ്യക്തമാണ് അയാൾ ആശയമെന്ത്, അയാൾ ആശയമെന്ത്, അയാളെ നിലപാടെന്തെന്നൊക്കെ അത് കേൾക്കുമ്പോൾ വ്യക്തമാകും. നമ്മള് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായതാ? ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഖുർആനിലെ മുത്തഖീൻ, മുഅ്മിനീൻ, മുഹ്സിനീൻ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇതിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുള്ള പേര് എപ്പോഴാണ് നമ്മുടെ മുൻഗാമികൾ ആ പേര് സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടായത്? എല്ലാവരും പറയാൻ തുടങ്ങി ഞാനും മുഅ്മിനാണ്, ഞാനും മുത്തഖിയാണ്, ഞാൻ മുസ്ലിമാണ്. അപ്പൊ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരെ തിരിച്ചറിയുന്ന ഒരു പേര് സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ അവർ മറ്റേ ഹദീസ് എടുത്തു, എല്ലാവർക്കും പരിചയമുള്ള ഹദീസ്. ആ ഹദീസും ഈ വിഷയത്തിൽ വളരെ വലിയൊരു തെളിവാ.
73 കക്ഷികളായി ബനൂ ഇസ്രായേൽ, എന്റെ 72 കക്ഷികളായി ബനൂ ഇസ്രായേൽ സമുദായം പോയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 കക്ഷികളായി പിരിയും. ആ 73 കക്ഷി നിങ്ങൾ ഒഴിവാക്കണ പറഞ്ഞേ ആണോ? അല്ല, 72 കക്ഷി നിങ്ങൾ ഒഴിവാക്കണം. ഒരു കക്ഷിന്റെ കൂടെ നിൽക്കണം. 73 കക്ഷി തന്നെയാണെങ്കിൽ 72 കക്ഷി തന്നെയാണെങ്കിൽ 73ാമത്തവും കക്ഷി തന്നെയാണ്. എല്ലാ കക്ഷിനെ ഒഴിവാക്കണം എന്നല്ല. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലകൊണ്ട മാർഗമേതോ ആ മാർഗത്തിൽ നിലകൊള്ളുന്ന കക്ഷി, ആ കക്ഷിന്റെ കൂടങ്ങൾ നിൽക്കണം എന്നാ പറഞ്ഞത്. അതിൽ നിന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേര് സ്വീകരിക്കാൻ തുടങ്ങിയത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ എല്ലാരും പറയാ ഞങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ഞങ്ങൾ ഇല്ലേ അശ്ശരികളും മാതുരീദികളും ഖുറാഫികളും ഒക്കെ പറയും ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മാത്രം ഞങ്ങൾ സലഫികളാണ് എന്ന് പറയണം. മനസ്സിലായില്ലേ? അതൊക്കെ എന്തിനാണ്? നമ്മുടെ നിലപാട് വ്യക്തമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയൽ നിർബന്ധമാണെന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞെന്താണ്? നമ്മളങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ മുസ്ലിം എന്നേ പറയാവൂ, നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ്. ആ രീതിയിലുള്ള പല കുപ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ ഷെയ്ഖ് ബിൻ ബാസിനോട് വീണ്ടും ചോദിച്ചു, ബി അന്ന ഹാദിഹിൽ ജമാഅത്തുൽ ഇസ്ലാമിയ്യ മിനൽ ഫിറഖ് അല്ലത്തി തദ്ഉ ഇലാ ജഹന്നം വല്ലത്തി അമറ നബി ബിഇത്സാലിഹ ഫഹമുഹു അലാ കലാമിക്കും ഗൈറു സഹീഹ്. കണ്ടോ, ഈ ജമാഅത്ത് ഇസ്ലാമിക സംഘടനകൾ അതൊക്കെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘടനയാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് ശരിയാണോ? അദ്ദേഹം അതിനെ എതിർക്കുക ചെയ്യുന്നത്. അല്ലദി യദ്ഉ ഇലാ കിതാബിഹി വസുന്നത്തി റസൂലിഹി ലൈസ മിനൽ ഫിറഖിൽ ളാല്ല. കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ആളുകൾ ഒരിക്കലും അത് പിഴച്ച കക്ഷികളിൽപ്പെട്ടല്ല. ബൽ ഹുവ മിനൽ ഫിറഖിൻ നാജിയത്തിൽ മദ്കൂറ ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തറഖത്തിൽ യഹൂദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 73 കക്ഷിയിൽ 72 നിരത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ആ കക്ഷിയാണ് ഫിർഖത്തുൻ നാജിയാണത് എന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇവരിറക്കിയ പുസ്തകത്തിന് ആ കക്ഷികളെ വെടിയണം എന്നാ പറഞ്ഞത്. ഏതാണ് ആ കക്ഷികൾ? നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷികൾ. കേരള നേതൃത്വ മുജാഹിദീനും കേരള ജമിയത്തും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷിയാണെന്നാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. നരകത്തിന്റെ കാടുകളിൽ നിന്ന് നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കക്ഷി, അവരെ വെടിക്കണമെന്ന് പറഞ്ഞതിന് കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന കക്ഷിയെ വെടിക്കണമെന്നാണ് അവരർത്ഥം പറഞ്ഞത്. ഹദീത്തിൽ തന്നെ വ്യക്തമാണ്, ഹദീത്തിന്റെ റിവായത്തുകളിൽ തന്നെ വ്യക്തമാണ് ബിദ്അന്റെ കക്ഷികളെ വെടിക്കണം എന്നാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അൽ ഖൗലുൽ മുബീൻ ഫി ജമാഅത്തിൽ മുസ്ലിമീൻ, സംഘടന തിന്മയാണ് ബിദ്അത്താണെന്ന് പറയുന്ന ഉയർത്തിക്കാട്ടുന്ന ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖനായ ശിഷ്യൻ അബൂ ഇസാമ സലീമുൽ ഹിലാലി, അദ്ദേഹത്തിന്റെ പുസ്തകം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തില് ഇഅ്തിസാലുൽ ഫിറഖ്, ഏത് സംഘങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഹുദൈഫ യഖ്ലി ബിഇഅ്തിസാലി ജമീഇ ഫിറഖിൽ ളലാല. കണ്ടോ, ഫിറഖിൽ ജമീഇ ഫിറഖിൽ ളലാലത്തി കുല്ലിഹാ അയ്യാമ ശർരി വൽ ഫിതൻ വഇൻദമാ ലാ യകുനിൽ മുസ്ലിമീന ജമാഅത്തുൻ വലാ ഇമാം. ഹുദൈഫയുടെ ഹദീസിൽ ളലാലത്തിന്റെ കക്ഷികളെ മുഴുവൻ വെടിയണം എന്ന് പറഞ്ഞത് ആ കക്ഷികളെ സംബന്ധിച്ചാണ്. ഹുദൈഫയുടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ലലാലത്തിന്റെ കക്ഷികളെ സംബന്ധിച്ചാണ്. അമ്മൽ ജമാഅത്തുല്ലത്തി തഹ്മിലുൽ ഇസ്ലാം വതദഉ ഇലൈഹി വതഅമുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ ഫഹുകുമുഹാ ഗൈറു ദാലിക്. എന്നാൽ ഇസ്ലാമിനെ വഹിക്കുന്ന, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, ഇസ്ലാമിന്റെ നന്മ കൽപ്പിക്കുന്ന, ഇസ്ലാമിലേക്ക് തിന്മ വിരോധിക്കുന്ന ഫഹുകുമുഹാ ഗൈറു ദാലിക, അതിന്റെ വിധി ഇതല്ല. ഇത് അമറല്ലാഹു ബിവുജൂദിഹി വമുനാസറത്തിഹി ഫില്ലാഹ്, അങ്ങനെ ഒരു സംഘം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും അവരെ സഹായിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വൽതക്കും മിൻകും ഉമ്മത്തും എന്ന ആയത്തെടുത്ത് ഉദ്ധരിക്കുകയാണ്. കണ്ടോ, അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു കക്ഷി തെറ്റാണെന്നോ പാടില്ലെന്നോ പറഞ്ഞിട്ടില്ല എന്നതാണ്. അതുപോലെ ബൈഅത്തിനെ സംബന്ധിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് കുറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന്